നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചന്ദ്രാപ്പിന്നി CV സെന്ററിൽ സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചു വീണ ഗൃഹനാഥൻ മരിച്ചു. നടവരമ്പ് അണ്ടാണിക്കുളം റോഡിനടുത്ത് ബസ് കാറിലിടിച്ചു മറിഞ്ഞ് യാത്രക്കാർക്ക് പരിക്ക്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ കൈപ്പമംഗലം മണ്ഡലം തല ഉദ്ഘാടനം പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. വാർത്തകൾ വിശദമായി. ചന്ദ്രാപ്പിന്നി CV സെന്ററിൽ സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചു വീണ ഗൃഹനാഥൻ മരിച്ചു. ചന്ദ്രാപ്പിന്നി കണ്ണമ്പള്ളിപ്പുറം സ്വദേശി കാരയിൽ വീട്ടിൽ രാമനാഥനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 10:45 അപകടം. എടത്തിരുത്തിയിലേക്ക് പോകാനായി CV സെന്റർ കപ്പേള ഭാഗത്ത് നിന്ന് ശ്രീ അയ്യപ്പ ബസ്സിൽ കയറിയ രാമൻ CV സെന്ററിലെ വളവ് തിരിയുന്നതിനിടെ ബസ്സിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആക്സ് പ്രവർത്തകരെത്തി രാമനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 12:30 മരണപ്പെടുകയായിരുന്നു. അപകട സമയത്ത് ബസിന്റെ വാതിൽ അടച്ചിരുന്നില്ലെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മതിലകം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട നടവരമ്പ് അണ്ടാണിക്കുളം റോഡിനടുത്ത് ബസ് കാറിലിടിച്ചു മറിഞ്ഞ യാത്രക്കാർക്ക് പരിക്ക്. തിരുവില്ലാമലയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന ശ്രീകാളീശ്വരി എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 12 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിൽ കാറും 2 ബൈക്കുകളും തകർന്നിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്നും നീക്കി അപകടത്തിൽ പരിക്കേറ്റവരെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരിങ്ങാലക്കുട MLA പ്രൊഫസർ KU അരുണൻ സംഭവസ്ഥലം സന്ദർശിച്ചു. റോഡിൽ നിന്നും അശ്രദ്ധമായി തിരിഞ്ഞ ആൾട്ടോ കാറിൽ ബസ് ഇടിച്ചു മറിഞ്ഞാണ് അപകടമുണ്ടായത്. മറിയുന്നതിനിടെ 2 ബൈക്കുകളിൽ ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ വെള്ളാങ്കല്ലൂർ KSEB ജീവനക്കാരൻ രമേശിന്റെ നില ഗുരുതരമാണ്. ബസ്സിലുണ്ടായിരുന്ന 30ഓളം പേർ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 7 വിദ്യാർത്ഥികളാണ് കാറിലുണ്ടായിരുന്നത്. ഇവർ മാളയിലുള്ള സുഹൃത്തിന്റെ ബന്ധു മരിച്ച ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് അപകടത്തിൽപ്പെട്ടത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ കൈപ്പമംഗലം മണ്ഡലം തല ഉദ്ഘാടനം പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. E.T. ടൈസൺ മാസ്റ്റർ MLA പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ മികവിന്റെ കേന്ദ്രങ്ങളാണ് മഹായജ്ഞത്തിന് ഇന്ന് തുടക്കം കുറിക്കുന്നു. നാടിന്റെ നന്മ കാക്കാനുള്ള ഈ ജനകീയ യജ്ഞത്തിൽ ഒറ്റ മനസ്സോടെ അണിചേരുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA സുധീർ, AEO TD അനിതാകുമാരി, മതിലകം BPO TS സജീവൻ, സ്കൂൾ പ്രധാനാധ്യാപിക VS ദീപ എന്നിവരും സംസാരിച്ചു. കൂരിക്കുഴി മഹല്ല് ഭരണഘടനയിലെ വിവാദ വകുപ്പുകൾ റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവ് ലഭിച്ചതായി മഹല്ല് സ്വദേശി തുണ്ടുംപറമ്പിൽ നസീർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൈപ്പമംഗലം കൂരിക്കുഴി മഹല്ല് ജമാഅത്തിൽ നിന്നും തുണ്ടുംപറമ്പിൽ നസീറിനെയും കുടുംബത്തെയും പുറത്താക്കുകയും മഹല്ല് അംഗങ്ങളല്ല എന്ന് കാണിച്ച് സഹോദരിയുടെ വിവാഹ അനുമതി ഫോറം നൽകാതിരുന്നതിനെതിരെയും തുണ്ടുംപറമ്പിൽ നസീർ നൽകിയ അന്യായത്തിൽ എറണാകുളം വഖഫ് ട്രൈബ്യൂണൽ കോടതി പുറത്താക്കിയതിനെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും വാദികളും കുടുംബവും മഹല്ല് അംഗങ്ങളാണെന്നും മഹല്ല് കമ്മിറ്റിക്ക് ഏകപക്ഷീയമായി പുറത്താക്കാൻ അധികാരമില്ലെന്ന് വിധിക്കുകയും ചെയ്തിരുന്നു. പുറത്താക്കാൻ കാരണമായി കാണിച്ച 1985 ഭരണഘടനയിലെ വിവാദ വകുപ്പുകൾ റദ്ദു ചെയ്യുവാനുള്ള വാദികളുടെ ആവശ്യം ട്രൈബ്യൂണൽ കോടതി വഖഫ് ബോർഡിന് വിടുകയായിരുന്നു. ഇതിനെതിരെ വാദികൾ നൽകിയ അപ്പീൽ അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഭരണഘടനയിലെ വിവിധ വിവാദ വകുപ്പുകൾ നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തി റദ്ദ് ചെയ്ത് ഉത്തരവിറക്കുകയായിരുന്നു. മഹല്ലിന്റെ ഭരണഘടനാ നിർവഹണത്തിൽ മുസ്ലിംകളിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഉൾപ്പെടാൻ അവകാശമുണ്ട്. യഥാവിധി വിളിച്ചു ചേർക്കപ്പെട്ട ഒരു ജനറൽ ബോഡിയുടെ അംഗീകാരത്തോടെയല്ല 1985 ഭരണഘടന ഉണ്ടാക്കിയത്. 1965 ഭരണഘടന ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മഹല്ലിന്റെ ഭരണനിർവഹണം പരിപൂർണമായും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം കീഴിൽ ആക്കി തീർക്കുവാനുള്ള ശ്രമമാണ് 1985 ഭരണഘടനയിലെ വിവാദ വകുപ്പുകളിൽ ഉള്ളത്. ഒരു മഹല്ല് ഭരണഘടനയിലെ ഏതെങ്കിലും വകുപ്പുകൾ അനിസ്ലാമികമെന്ന് തെളിയുന്ന പക്ഷം എക്കാലത്തും അതിനെ ചോദ്യം ചെയ്യാവുന്നതാണ്. വഖഫിന്റെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിക്കുന്നതോ മഹല്ല് അംഗങ്ങളുടെ വിലപിടിപ്പുള്ള അവകാശങ്ങൾ എടുത്തു മാറ്റുന്നതോ ആയ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇറക്കുവാനോ
ഭരണഘടനാ ഭേദഗതി വരുത്തുവാനോ മഹല്ല് കമ്മിറ്റിക്കോ ജനറൽ ബോഡിക്കോ ഒരു അധികാരവുമില്ല എന്നീ കാര്യങ്ങൾ വിധിന്യായത്തിൽ എറണാകുളം വഖഫ് ട്രിബ്യൂണൽ കോടതി എടുത്തു പറഞ്ഞിരുന്നു. വാദികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് സുനിൽ കോന്നനാത്ത്, അഡ്വക്കേറ്റ് വിമൽ രാജ്, അഡ്വക്കേറ്റ് CA ചാക്കോ എന്നിവർ ഹാജരായി. പൊതുവിദ്യാലയങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ജുള അരുണൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ K. സുമതി, കൗൺസിലർമാരായ K. മഹേഷ്, വത്സല ബാബുരാജ് തുടങ്ങിയവരും സംസാരിച്ചു. വിദ്യാലയങ്ങൾ ലഹരി പ്ലാസ്റ്റിക് വിമുക്തമാക്കുമെന്നും പ്രതിജ്ഞ എടുത്തു. പെരിഞ്ഞനം SN സ്മാരകം UP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ വലയം തീർത്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ വികസന സമിതി ചെയർമാൻ പ്രൊഫസർ PS ശ്രീജിത്ത് അധ്യക്ഷനായി. TB സുരേഷ് ബാബു സന്ദേശം നൽകി. കേരളത്തിലെ മുഴുവനും ഇന്ന് എല്ലാ വിദ്യാലയങ്ങളിലും ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതുപോലുള്ള ചടങ്ങ് നടക്കുകയാണ്. വളരെ ലളിതമായിട്ടുള്ള ഒരു ചടങ്ങാണ്. വലിയ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ ക്ലാസ് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ഇല്ലാത്ത രൂപത്തിലാണ് ഈ പരിപാടി ആരംഭിക്കുന്നത്. അങ്ങനെ വളരെ എളിയൊരു തുടക്കമാണെങ്കിൽ പോലും ഇത് ഭാവിയിലേക്ക് വലിയ കരുതലോട് കൂടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കമാണ്. പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ കേരളത്തിന് നവകേരള സൃഷ്ടിക്കായിട്ട് നടത്താൻ ആരംഭിച്ചിട്ടുള്ള 4 പരിപാടികളിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള പരിപാടിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നത്. പ്രധാനാധ്യാപിക PV ഷീല, TV വിനോദ് എന്നിവരും സംസാരിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ വലയം തീർത്തു. വാർഡ് മെമ്പർ അജീഷ നവാസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സൗഭാഗ്യമാണ് നമ്മുടെ മതേതര ജീവിതത്തിന്റെ പ്രതീകങ്ങളാണ്. ധനികനെന്നോ ദരിദ്രനെന്നോ ഭേദമില്ലാത്ത ഈ അക്ഷരമുറ്റങ്ങളിലാണ് നമ്മുടെ സ്ഥാനമുണ്ടാകില്ല. വിദ്യാലയങ്ങളെ പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമാക്കി ഞങ്ങൾ നിലനിർത്തും. ജൈവ വൈവിധ്യതയുടെ തണലും തണുപ്പും നൽകി വിദ്യാലയ അന്തരീക്ഷം ഹരിതാപമാക്കും. കുട്ടികളെ നാടിനും വീടിനും ഉതകുന്ന നല്ല മനുഷ്യരാക്കി മാറ്റാനുള്ള PTA പ്രസിഡന്റ് MA ഷമീർ അലി, പ്രധാനാധ്യാപിക ഖദീജ B, KN പ്രകാശൻ, KK രാധാകൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരത്തിൽ 3 സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം. കിഴക്കേ നടയിൽ SNDP ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന CIIMS പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, എയർ ട്രാവൽസ്, ജ്യോതിഷാലയം എന്നിവിടങ്ങളിലാണ് മോഷണ ശ്രമം ഉണ്ടായത്. 3 സ്ഥാപനങ്ങളുടെയും വാതിലുകൾ കുത്തിത്തുറന്ന് അകത്ത് കയറിയ മോഷ്ടാക്കൾ മേശ, അലമാര എന്നിവയുടെ താഴുകൾ തകർത്തുവെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. സ്ഥാപനങ്ങൾക്കുള്ളിലെ സാധന സാമഗ്രികളെല്ലാം വലിച്ചുമാറിയിട്ട നിലയിലാണ്. വെള്ളിയാഴ്ച രാവിലെ സ്ഥാപനങ്ങൾ തുറക്കാനെത്തിയവരാണ് മോഷണ ശ്രമം ആദ്യമറിഞ്ഞത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. CPI CPM സംയുക്തമായി സർദാർ ഗോപാലകൃഷ്ണന്റെ 67ാം രക്തസാക്ഷി ദിനം ആചരിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. ചക്രവർത്തി തിരുമനസിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മതവിഭാഗമായിട്ടാണ് ബ്രിട്ടീഷ് ആംഗ്ലിക്കൻ ചർച്ച് രൂപം കൊള്ളുന്നത്. റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സഭാ സംവിധാനമായി, ഒരു മതവിഭാഗമായി ആംഗ്ലിക്കൻ ചർച്ച് രൂപം കൊള്ളുന്നു. പൊന്നുതമ്പുരാന്റെ കൽപ്പനക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മതസംവിധാനം. റഷ്യൻ ഓർത്തഡോക്സ് സഭ സാർ ചക്രവർത്തിയുടെ കൽപ്പനക്കനുസരിച്ച് കോലം തുള്ളാൻ മടിയില്ലാത്ത ഒരു പാത്രിയാർക്കീസും സഭയും അതിൻ്റെതായ ഒരു മതസംവിധാനം. മതം ഭരിക്കുന്ന ഭരണാധികാരികളുടെ കൽപ്പന മനസ്സിൽ നടപ്പിലാക്കുന്ന മത നേതൃത്വങ്ങളും എന്ന വിധത്തിൽ
നിലനിന്നു പോന്ന ലോകരാഷ്ട്ര ഘടനകളുടെ പശ്ചാത്തലത്തിലാണ് ചരിത്രത്തിലേറെ ശ്രദ്ധിക്കപ്പെട്ട ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ആ ഫ്രഞ്ച് വിപ്ലവത്തിൽ ജനാധിപത്യത്തിന് വേണ്ടി പടവെട്ടിയ പോരാളികൾ അസന്നിഗ്ധമായി നടത്തിയ ഒരു ചുമതല ഭരണ സംവിധാനവും മതസംവിധാനവും തമ്മിലുള്ള നാഭീനാള ബന്ധങ്ങൾ ഛേദിച്ചു മാറ്റലാണ്. മതം മതത്തിന്റെ വഴിക്ക്, ഭരണം ഭരണത്തിന്റെ വഴിക്ക്. ഈ സങ്കല്പനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഭരണവ്യവസ്ഥ, ഭരണക്രമം, മതനിരപേക്ഷം എന്ന പരികൽപ്പന രൂപം കൊള്ളുന്നത്. മതത്തിന് മതത്തിന്റെ വഴി, രാഷ്ട്രഭരണത്തിന് രാഷ്ട്രഭരണത്തിന്റെ വഴി. സംഘാടക സമിതി ചെയർമാൻ RK ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. MLA-മാരായ ET ടൈസൺ, KU അരുണൻ, KK അഷ്റഫ്, PM മുഹമ്മദ്, KV പീതാംബരൻ, KG സുഖദേവ്, മഞ്ജുള അരുണൻ തുടങ്ങിയവരും സംസാരിച്ചു. ഇടവേള.